രാജകുടുംബത്തിൽ ജനിക്കുകയും പിന്നീട് ലോകപ്രസിദ്ധനായ സൂഫി വര്യനായി തീർന്ന മഹാനായ ഇബ്രാഹീമുബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു തോട്ടത്തിൽ പാറാവുകാരനായി ജോലി ചെയ്യുകയാണ്. ഓരോ മാസവും 10 ദിർഹമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. ഒരു ദിവസം തോട്ടത്തിൻ്റെ ഉടമയും അദ്ദേഹത്തിൻ്റെ ചില കൂട്ടുകാരും കൂടിയിട്ട് തോട്ടത്തിലെത്തി. അവർ മഹാനായ ഇബ്രാഹീമുബ്നു അദ്ഹമിനോട് പറഞ്ഞു, ആ തോട്ടത്തിൽ നിന്ന് നല്ല മധുരമുള്ള ഒരു റുമ്മാൻ പഴം കൊണ്ടുവരാൻ. ഇബ്രാഹീമുബ്നു അദ്ഹം ഉടനെ പോയി ഒരു നല്ല മനോഹരമായ കാണാൻ ഭംഗിയുള്ള ഒരു റുമ്മാൻ പഴം പറിച്ചു കൊണ്ടു കൊടുത്തു. പക്ഷെ അത് വളരെ പുളിയുള്ളതായിരുന്നു. ഉടമ വീണ്ടും പറഞ്ഞു, ഇത് പുളിയാണ്, നീ ഒരു മധുരമുള്ള ഒരു റുമ്മാൻ പഴം കൊണ്ടുവാ. അദ്ദേഹം വീണ്ടും പോയി മറ്റൊരു പഴം പറിച്ചു കൊണ്ടുവന്നു. അത് രൂപത്തിൽ കൂടുതൽ മനോഹരമായിരുന്നു, പക്ഷേ അതും കഠിന പുളിയുള്ളതായിരുന്നു. ഇപ്പോൾ ഉടമക്ക് കോപം ഇരച്ചു കയറി. അദ്ദേഹം ചോദിച്ചു, ഇത്ര കാലമായി നീ ഇവിടെ ജോലി ചെയ്തെടുക്കുന്നു, ഇത്രയും കഴിഞ്ഞിട്ടും മധുരമുള്ളതും പുളിയുള്ളതും തിരിച്ചറിയാൻ നിനക്കായില്ലേ എന്ന് ചോദിച്ചു. ഈ സമയത്ത് മഹാനായ ഇബ്രാഹീമുബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് വിനയത്തോടു കൂടി ഒരു മറുപടി പറയുന്നുണ്ട്. യജമാനെ, മധുരമുള്ളതും പുളിയുള്ളതും തിരിച്ചറിയണമെങ്കിൽ പഴം രുചിച്ചു നോക്കേണ്ടേ? എന്നാൽ ഞാനിതുവരെ ഈ തോട്ടത്തിലെ ഒരു പഴവും രുചിച്ചു നോക്കിയിട്ടില്ല എന്നായിരുന്നു മഹാൻ്റെ മറുപടി. ഇത് കേട്ട തോട്ടമുടമ വളരെ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, അതെന്താ അങ്ങനെ? മഹാൻ തിരിച്ചു മറുപടി പറഞ്ഞത്, എന്നെ തോട്ടം നോക്കാനല്ലേ നിങ്ങൾ ഏൽപ്പിച്ചത്, ഇവിടുത്തെ പഴം തിന്നാനല്ലല്ലോ എന്ന്. ഇത് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായൊരു സംഭവമാണ്. കാരണം നമ്മളെ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് നമ്മളെ ആക്കുമ്പോഴേക്ക് അതിലുള്ളതെല്ലാം നമുക്കാണ്, അതിൻ്റെ പൂർണ്ണമായ അധികാരം നമുക്കാണ്, അതിൽ നിന്ന് കിട്ടുന്നതെല്ലാം നമുക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യരുള്ള ഈ ഒരു കാലത്ത് നമ്മളൊന്ന് മഹാനായ ഇബ്രാഹീമുബ്നു അദ്ഹം ചെയ്ത ആ മഹത്തായ മാതൃക, തനിക്ക് ഏൽപ്പിച്ചത് ഇതൊരു അമാനത്താണ്, ഒരു സൂക്ഷിപ്പ് മുതലാണ്, അത് എൻ്റേതല്ല, അത് അതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാനുള്ളതാണ് എന്ന ഉത്തമ ബോധ്യത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഠം നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. നാഥൻ തൗഫീക്ക് നൽകട്ടെ.